മങ്കൊമ്പ്, കുട്ടനാട് പ്രദേശങ്ങളിലെ വിവരങ്ങളുമായി മനീഷ് മഹിപാലുണ്ട്. മനീഷ്, എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? വെള്ളക്കെട്ട് ഒഴിയാത്തൊരു സാഹചര്യം തുടരുന്നുണ്ടോ? മഴ എത്രത്തോളം കുറയുന്നു? സ്മൃതി, ഈ വെള്ളത്തിന്റെ ഒരു ഒഴുക്ക് ഇങ്ങനെയാണ്. കിഴക്കൻ മലയോര മേഖലകളിൽ പെയ്യുന്ന വെള്ളം ആദ്യം അപ്പർ കുട്ടനാട്ടിലെത്തും, പിന്നീട് ലോവർ കുട്ടനാട്ടിലെത്തും. ഞാൻ നിൽക്കുന്നത് ലോവർ കുട്ടനാട്ടിലെ മങ്കൊമ്പ് എന്ന പ്രദേശത്താണ്. AC റോഡിന്റെ തൊട്ടടുത്ത സ്ഥലമാണ്. ഇവിടെ ഗ്രാമീണ റോഡുകൾ ഒട്ടുമിക്കതും വെള്ളത്തിലായി. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ ഒന്നെങ്കിൽ ട്രാക്ടറോ, അതായത് വലിയ ലോറിയോ ഒപ്പം തന്നെ വള്ളത്തിലോ പോകേണ്ട അവസ്ഥ. അല്ലാത്ത ജനങ്ങൾക്ക് ഇതുപോലെ വെള്ളത്തിൽ നീന്തി, അരയ്ക്കൊപ്പം വെള്ളത്തിൽ നീന്തി കിലോമീറ്ററുകൾ നീന്തണം. അങ്ങനെ നീന്തിയാൽ ഇവരുടെയൊക്കെ തന്നെ വീടുകൾക്കുള്ളിൽ വെള്ളമാണ്. അങ്ങനെ ഒഴുക്ക് നിലച്ച വെള്ളമാണ്. ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചേട്ടാ, എന്താ അങ്ങോട്ടേക്കുള്ള അവസ്ഥ? അങ്ങോട്ട് ഇത് തന്നെ അവസ്ഥയാണ്. റോഡ് മുഴുവൻ മുങ്ങിയിരിക്കുകയാണ്. 2018 പ്രളയത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ റോഡ് ഇത്രയും മുങ്ങുന്നത്. റോഡുകളും കനാലും ഒക്കെ ഒന്നും നേരത്തെ ശുചീകരിച്ചില്ലല്ലേ? ശുചീകരിച്ചിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മഴയോ വെള്ളപ്പൊക്കമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ തോടുകളും ആറുകളും അതുപോലെ തന്നെ നമ്മുടെ ലീഡിംഗ് ചാനലും ഒക്കെ ആഴം കൂട്ടി വർദ്ധിപ്പിക്കേണ്ടതാണ്. അത്തരം പ്രവർത്തനങ്ങൾ വേണ്ട പോലെ നടന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ വെള്ളം ഇത് നമുക്ക് കണ്ടറിയാം. അതായത് ഈ റോഡിലൊന്നും അങ്ങനെ വെള്ളം പൊങ്ങാത്ത റോഡാണ്. സാധാരണ എല്ലാ മഴക്കാലത്തും കുട്ടനാട്ടിൽ വെള്ളം പൊങ്ങും. അത് കുട്ടനാട്ടിൽ പതിവാണ്. വെള്ളം പൊങ്ങാത്ത ഇടമൊന്നുമല്ല ഈ സ്ഥലം. പക്ഷേ ഇതിങ്ങനെ മനഃപൂർവ്വം, അതായത് ഇവിടെ AC കനാൽ വരേണ്ട സ്ഥലമാണ്. പാരല AC റോഡുണ്ട്, AC കനാൽ ഒഴുകേണ്ട സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഒരു ഡ്രെയിനേജോ ഒരു തോടോ ഒരു ചെറിയ കാനയോ പോലും ഇല്ല ഒഴുകിപ്പോകാൻ. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട വിഷയം, തോട്ടപ്പള്ളിയിൽ നിന്നുള്ള നീരൊഴുക്ക് കുറഞ്ഞു. ഇവിടെ നിന്ന് ഒഴുകിപ്പോകാനുള്ള മറ്റു മാർഗ്ഗങ്ങളില്ല. അങ്ങോട്ടേക്കൊക്കെ തന്നെ ഇത് മങ്കൊമ്പ് എന്ന സ്ഥലമാണ്. മങ്കൊമ്പ് നിന്ന് ചമ്പക്കുളത്തേക്ക് പോകാനുള്ള സ്ഥലമാണ്. ഒപ്പം തന്നെ ആലപ്പുഴ AC റോഡിൽ നിന്നും ആലപ്പുഴ തിരുവല്ല അമ്പലപ്പുഴ റോഡിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമീണ റോഡാണ്. അതായത് ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന KSRTC ബസ് റൂട്ടുള്ള റോഡാണ്. പക്ഷേ KSRTC അടക്കം തായങ്കരി ഇങ്ങോട്ടേക്ക് പോകേണ്ട ബസ് റൂട്ടുകളൊക്കെ തന്നെ 3 ദിവസമായി നിർത്തിവെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി, അതായത് നേരത്തെ തന്നെ ജനങ്ങൾക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്കും ഒപ്പം തന്നെ ബന്ധുവീടുകളിലേക്കൊക്കെ തന്നെ മാറാനറിയാം. പക്ഷേ ഇവിടെ ഗതാഗതം ആകെ താറുമാറായതാണ് വിഷയം. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ എല്ലാവരും അവരവരുടെ വീടുകളിൽ തന്നെയാണ്, അല്ലെങ്കിൽ ക്യാമ്പുകളിൽ തന്നെയാണ്. ഈ വഴി നമുക്ക് നേരെ പോയാൽ നിരവധി ക്യാമ്പുകളുണ്ട്. ജില്ലയിലാകെ ഏകദേശം 104 ക്യാമ്പുകളിലായി 12,000-ഓളം ആളുകളാണുള്ളത്. നിലവിൽ ചെങ്ങന്നൂർ പ്രദേശത്ത് നിന്ന് വെള്ളം ഒഴിയുന്നുണ്ട്. വെള്ളം ഒഴുകി ഇറങ്ങി ഇപ്പോഴിതാ ഈ ലോവർ കുട്ടനാട് മേഖലകളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ക്യാമ്പുകളുടെ സ്ഥിതി എന്താണ് മനീഷ്? ക്യാമ്പുകളുടെ സ്ഥിതി എന്താണ്? സ്മൃതി, മുട്ടാർ എന്ന പ്രദേശത്ത് ഉള്ള ക്യാമ്പിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അതായത് മുട്ടാർ പ്രദേശത്ത് ഒരു സ്കൂളിന്റെ മുകളിലാണ്, സ്കൂളിന്റെ 2ാം നിലയിലാണ് ക്യാമ്പ് തുടങ്ങിയത്. പക്ഷേ ക്യാമ്പ് തുടങ്ങി 2ാമത്തെ ദിവസം ക്യാമ്പിലേക്കും വെള്ളം കയറി. അങ്ങനെ മുട്ടാർ ക്യാമ്പിനെ ഷിഫ്റ്റ് ചെയ്ത് ആലപ്പുഴയിലേക്ക് മാറ്റി. നിലവിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ ഉള്ളത് ചെങ്ങന്നൂരാണ്. ഏറ്റവും കുറവ് ക്യാമ്പുള്ളത് ആലപ്പുഴ നഗരത്തിലാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിലടക്കം ക്യാമ്പുകളുണ്ട്. അങ്ങനെ ലോവർ കുട്ടനാട് പ്രദേശത്ത്, അതായത് സമുദ്രനിരപ്പിനും താഴേക്കുള്ള ഉള്ള ലോവർ കുട്ടനാട്ടിലേക്ക് നിലവിൽ വെള്ളം എത്തിയിട്ടില്ല. അങ്ങനെ വെള്ളം എത്തുകയാണെങ്കിൽ വലിയ അപകടം ഉണ്ടാകും. അതായത് അത് ഒഴുകി മാറില്ല. ഇതുപോലെ തന്നെ ഒഴുക്ക് നിലച്ച വെള്ളമാണ്, അത് ഒഴുകി മാറില്ല. ഇങ്ങനെ ഈ വെള്ളം കിടക്കുമ്പോൾ എലിയടക്കമുള്ള ഇത് ചത്ത് ചീഞ്ഞ് അത് ആളുകൾക്ക് അസുഖമുണ്ടാകുന്ന വലിയ മാരകമായ വിഷയമായി മാറും. അങ്ങനെ ഇവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന അനുദിന സാധാരണമായി 2018 ശേഷം കഴിഞ്ഞ ഇത്രയും വർഷക്കാലമായി ഇതിലും വലിയ മഴ ഇവിടെ പെയ്തിട്ടുണ്ടായിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങൾ കൂടി കാണാം. ഒരു പ്രായമുള്ള അമ്മമ്മ എന്താണല്ലോ വീട് നിന്ന് മാറ്റുകയാണ്. അവർ വീട്ടിൽ വെള്ളം കയറിയോ? വെള്ളം കയറി. അങ്ങോട്ട് പോവാ? പറവൂര്. ആറ് വീട് അവിടെ? മരുമോടെ വീട്ടിലേക്ക് പോവാ. എപ്പോഴാ വെള്ളം കയറി വീട്ടിൽ? ഇപ്പം 3 സ്റ്റെപ്പായി. അപ്പുറത്തെ വീട്ടിലേക്ക് വെള്ളം കയറി. ഞങ്ങളുടെ ചേച്ചി പൊക്കമുള്ള വീടായതുകൊണ്ട് 3 സ്റ്റെപ്പായി. ഇപ്പൊ ഇനി വീണ്ടും വെള്ളം പൊങ്ങുന്നുണ്ട്, അങ്ങോട്ട് പോവുക. പിന്നെ അമ്മയ്ക്ക് അസുഖം വയ്യാതാണോ? അപ്പൊ ഇതുപോലെ ഈ വള്ളത്തിലാണ് ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് നിരവധി ആൾ. KCBയുടെ സ്റ്റാഫാണ്. KSCB-യിലാണ് ഞങ്ങൾ മുമ്പേ വന്നായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ സൗകര്യം ഇല്ലാഞ്ഞോണ്ട് ഓഫീസ് ഇവിടുത്തെ ഒരു 600 മീറ്റർ അപ്പുറം. അതായത് സ്മൃതി, വേറൊരു വിഷയം, ഈ കുട്ടനാട്ടിലെ പല വിവിധ സർക്കാർ ഓഫീസുകളുണ്ട്. അതിൽ KCB ഉണ്ട്, അങ്ങനെ വിവിധ ഓഫീസുകളുണ്ട്. ആ ഓഫീസുകളിലേക്ക് ഇന്ന് ഉദ്യോഗസ്ഥർ എത്തിയതും വൈകിയാണ്. ഈ KCB ഓഫീസിലേക്ക് ഇന്ന് ഇവിടെയുള്ള ജീവനക്കാർ ഈ വള്ളത്തിലാണ് അങ്ങോട്ടേക്ക് പോയത്. ഇവിടെ നിന്നൊരു 100-150 മീറ്റർ മാറിയാണ് ആ വള്ളം അല്ലെങ്കിൽ ആ ഓഫീസ് ഉള്ളത്. അവിടേക്ക് ജീവനക്കാർ ഈ വള്ളത്തിലാണ് പോയത്. ഇപ്പോൾ ആ വള്ളത്തിൽ തന്നെ തിരിച്ച് അവിടെയുള്ള ഒരു പ്രായമായ സ്ത്രീയെ അവരുടെ പറവൂരിലുള്ള മരുമകളുടെ വീട്ടിലേക്ക് അവർ പോവുകയാണ്. അങ്ങനെ നിരവധി ആളുകൾ ഇപ്പോഴും ഒഴിയുന്നുണ്ട്. എന്താണെങ്കിലും വെള്ളം അല്പം ഒഴുകി മാറുന്നുണ്ടെങ്കിലും ലോവർ കുട്ടനാട്ടിലെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഗതാഗതം പൂർണ്ണമായും
താറുമാറിലായി, AC റോഡിലും താറുമാറായി. ആളുകൾ ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും മാറുകയാണ്. എന്താണെങ്കിലും തോട്ടപ്പള്ളി നിർണായകമാണ്. അവിടെ നിന്നും നീരൊഴുക്ക് വർദ്ധിച്ചില്ലെങ്കിൽ ഇനിയും ക്രമാതീതമായി ജലം ഉയരും. സ്മൃതി, റോഡിലെ വെള്ളം ഇറങ്ങാത്തതാണ് പലയിടത്തും പ്രശ്നം സൃഷ്ടിക്കുന്നത്. മഴ കുറഞ്ഞു, പക്ഷേ വെള്ളം ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നുള്ളതാണ്. മനീഷും ഒപ്പം തന്നെ ശരണുമാണ് വിവരങ്ങൾ വിശദമായി തന്നെ നൽകിയത്.